വളരെ ഉയർന്ന നിലവാരം കാഴ്ചവെച്ചിട്ടുള്ള മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയെയും അതിന്റെ പോഷക കീഴടങ്ങളെയും അഭിനന്ദിക്കാൻ ആദ്യമായി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ മാതൃകാപരമായിട്ട് വളരെ ചിട്ടയോടുകൂടി സമയബന്ധിതമായിട്ട് ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നിൽ അത്ഭുതമായിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് ഏരിയകളാണ് എന്നിൽ അത്ഭുതമായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലുള്ള ഏകദേശം 1200ഓളം മദ്രസകളുടെ പ്രതിനിധികളും പ്രിയപ്പെട്ട ഉസ്താദുമാരുമുള്ള വലിയ സദസ്സിൽ നമ്മൾ അറിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് അറിയേണ്ട കുറെ നിയമവശങ്ങളുണ്ട്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ട കുറെ നിയമവശങ്ങളുണ്ട്. ആ ഒരു ഭാഗം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെക്കോർഡ്സിനെ കുറിച്ചുള്ള ഒരു ഏരിയമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. കൃത്യം 1 മണിക്കൂറാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളതെങ്കിലും കുറച്ച് സമയം അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കമ്മിറ്റി ഭാരവാഹികളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിർത്തേണ്ടതിന്റെ 5 മിനിറ്റ് മുമ്പ് എനിക്കൊരു കടലാസ് തരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആമുഖത്തിൽ തന്നെ. കാരണം നമുക്ക് ശേഷമുള്ള ആളുകളുടെ ക്ലാസ് നമ്മളെ കാരണത്താൽ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്ന് നമുക്കറിയേണ്ടത്, ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ കമ്മിറ്റി ഭാരവാഹികളാണ്. ഈ മുമ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഞാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് സവിനയം ക്ഷമ ചോദിക്കുകയാണ്. പ്രധാനമായിട്ടും എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം മാനേജ്മെന്റ് ഏരിയ ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഉസ്താദുമാർക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സിനെ കുറിച്ചുള്ള ഒരു സൂചന ഞാൻ ഒഴിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്ന ഓരോ ആളുകളും കമ്മിറ്റി ഭാരവാഹികളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ വന്നിട്ടുള്ള എത്രയോ മുസ്ലിം സഹോദരന്മാർ ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഉണ്ട് എങ്കിൽ അവരെ ആരെയും ഇതിലേക്ക് ക്ഷണിക്കാതെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ശരിയാണ് എങ്കിൽ, അതേ എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, എന്നിൽ അർപ്പിതമായിട്ടുള്ള ആ ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, നാളെ രാവിലെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു റിസൈൻ ലെറ്റർ എടുത്ത് നിങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചുകൊണ്ട് ആ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പോകണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നിങ്ങളും ഞാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോടൊക്കെ നമ്മുടെ ഈ പ്രവൃത്തിയെ പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. കുല്ലുകും റായി വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പറയാറുണ്ട് അല്ലെ? ഈ ഒരു നമ്മുടെ ഭരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റെടുത്തുള്ള ദൗത്യങ്ങൾ അധികാര വികേന്ദ്രീകളിലൂടെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കമ്മിറ്റിയിൽ 11 21 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് എങ്കിൽ അത് ഓരോ ആളുകൾക്ക് അധികാര വികേന്ദ്രീകരണം നൽകിക്കൊണ്ട് അതിന്റെ ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്, ഏറ്റെടുത്ത ദൗത്യം മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറിയും ഏറ്റെടുത്ത് മുഴുവനായിട്ട് നടക്കുന്ന സംവിധാനമാണ് നമ്മുടെ നിലവിൽ നമ്മുടെ വ്യവസ്ഥയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഓരോ ജോയിന്റ് സെക്രട്ടറിമാർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടി നൽകുകയും ആ ഡ്യൂട്ടി അവർ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ഓരോ കമ്മിറ്റി മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വന്നാലും അതിന് മറുപടി പറയേണ്ടത് അത് ഏറ്റെടുത്തുള്ള ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാണെങ്കിൽ അത് അവരാണ് അതിന് മറുപടി പറയേണ്ടത്. എല്ലാത്തിനും ജനറൽ സെക്രട്ടറി മറുപടി പറയുന്ന സിസ്റ്റം നമ്മൾ അവസാനിച്ചാൽ മാത്രമേ നമ്മുടെ ഭരണങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞാനതിൽ പ്രധാനമായിട്ട് ആവശ്യത്തിലേക്കൊന്നും കിടക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂലോകത്ത് ജനിക്കുകയും അത് പിന്നെ അവരുടെ 63 വർഷക്കാലം ഓരോ ദിവസങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്റെ നിങ്ങളുടെ മുമ്പിൽ അതിന്റെ രേഖകളുണ്ട്. ഹദീസിൽ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത 1926 രൂപീകരിച്ച് അതിന്റെ 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓരോ മുഷാവറയുടെയും മീറ്റിങ്ങുകൾ നമുക്ക്
കൃത്യമായിട്ട് അതിന്റെ അജണ്ടകൾ എന്താണ്, ആരാണ് അധ്യക്ഷം വഹിച്ചിട്ടുള്ളത്, ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്, അതിന്റെ ഓരോ കാര്യങ്ങൾ വള്ളിപ്പുള്ളി ഇല്ലാതെ നമ്മുടെ കൈവശം കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് റെക്കോർഡ്സ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡും സംസ്ഥയും കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ്. എന്റെ വിനീതമായിട്ടുള്ള ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ നേരെ റെക്കോർഡ്സിലേക്ക് കിടക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ഓരോ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മദ്രസയുടെ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ കൈവശം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 1-2 റെക്കോർഡ്സുകൾ മാത്രമാണ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക. ഒരു പക്ഷേ ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടാവും, ഒരു റെസീറ്റ് ബുക്ക് ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് അത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിന്റെയോ ജ്വല്ലറിയുടെയോ ഒരു കവറിലിട്ട് ജനറൽ സെക്രട്ടറി ഇങ്ങനെ തൂക്കിപ്പിടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കൊക്കെ ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മുടെ മദ്രസ എന്നുണ്ടാക്കിയെന്ന് ഒരു കമ്മിറ്റി ഭാരവാഹികളോട് ചോദിച്ചാൽ, ഒരു റെക്കോർഡ്സ് പരിശോധിച്ച് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എത്ര മദ്രസ കമ്മിറ്റികൾക്ക് പറയാൻ പറ്റുമെന്ന് നമുക്ക് വളരെ വിരളമായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മദ്രസയിൽ എത്രയോ വർഷങ്ങളായിട്ട് വയറുകൾ നടത്തുന്നുണ്ട്. മുൻകാലത്ത് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ 25-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മദ്രസ പുതുക്കി പണിയിട്ട് അതിന്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മദ്രസക്ക് ആരാണ് തറക്കല്ലിട്ടത്, ആരാണ് അതിന്റെ ഉദ്ഘാടകൻ, ആരാണ് അതിലുള്ള അധ്യാപകർ, മുൻകാലത്തെ അധ്യാപകരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് രേഖകളില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവും. അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് റെക്കോർഡ്സുകളാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഏകദേശം 13ഓളം റെക്കോർഡ്സുകൾ ഒരു മദ്രസ കമ്മിറ്റി ഭാരവാഹിയുടെ കൈവശവും ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയെന്നുള്ളത് ഇവിടെ ഞാൻ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ ഒരു മദ്രസയിലെ ഉസ്താദുമാർ കാത്തു സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റെക്കോർഡ്സുകളൊക്കെ നിങ്ങളുടെ മദ്രസയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബാക്കിയുള്ളതൊക്കെ ഉസ്താദുമാർ അത് വളരെ ഭംഗിയായിട്ട് ഉസ്താദുമാരുടെ ഭാഗമുള്ളവരെ കറക്റ്റായിട്ട് അത് നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏതൊക്കെ റെക്കോർഡ്സുകളാണ് നമ്മുടെ മദ്രസയിലെ മുഅല്ലിമിന്റെ കൈവശം ഉണ്ടാവേണ്ടതും അതുപോലെ തന്നെ മാനേജ്മെന്റ് കൈവശം ഉണ്ടാവേണ്ടതും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഹലോ, നമ്മുടെ മദ്രസയിൽ ഉണ്ടാവേണ്ട റെക്കോർഡ്സുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അഡ്മിഷൻ രജിസ്റ്റർ എല്ലാ മദ്രസയിലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അത് ഓടിച്ചു പോകേണ്ട സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദുമാർ ചെയ്യേണ്ട ജോലിയാണ്, ഉസ്താദുമാർ ചെയ്യുന്നുണ്ടാവും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ രജിസ്റ്ററിന്റെ സാധാരണ വരുന്ന സമയത്ത് ആരാണ് ഒരു മദ്രസയിൽ അഡ്മിഷൻ നടത്തേണ്ടത്, ആരാണ് കുട്ടികളെ അഡ്മിഷൻ നടത്താനുള്ള ഉത്തരവാദിത്തം? ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചൂടെ? പ്രസംഗം വേണ്ട ക്ലാസ്സാ വേണ്ടത്? ക്ലാസ് അല്ലേ? നോക്കുമ്പോ ആരാണ് ഒരു മദ്രസയില് അഡ്മിഷൻ നടത്താൻ ഉത്തരവാദിത്തം? ആർക്കാ? സദർമാനി. ആര് പറഞ്ഞു? കമ്മിറ്റി ഭാരവാഹിക്കാം. നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ അടിഭാഗത്ത് കാണാം, ആ ഫോമിന്റെ അടിയിൽ ജനറൽ സെക്രട്ടറി ഒപ്പിടേണ്ടത്. എന്ത്? അതിൽ നിങ്ങളൊരു സമസ്ത വിദ്യാഭ്യാസ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, ഈ കുട്ടിയെ മതപഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറി അതിന്റെ താഴെ ഒപ്പിട്ടിട്ടാണ് ഒരു രക്ഷിതാവ് നിങ്ങളുടെ മദ്രസയിലേക്ക് കുട്ടിയെ ചേർക്കുന്നത്. എത്ര ജനറൽ സെക്രട്ടറിമാർ ഒപ്പിട്ടുണ്ട്? പറയാനുണ്ട്. ബാക്കിയില്ലാത്ത ആളുകൾക്ക് ഞാൻ ആ വിഷയങ്ങൾ ഫാസ്റ്റായി പോകാണ്ട് അത് നിങ്ങൾ ഇല്ലെങ്കിൽ അത് നോക്കുക. അതിൽ നോക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ലിസ്റ്റിലേക്ക് ഈ കുട്ടികളുടെ പേര് നമ്മൾ ചേർത്ത് വെക്കണം. അതുപോലെ തന്നെ അടുത്ത് വേണ്ടത് അപ്ലിക്കേഷൻ ഫോം. ഇതാണ് ഫസ്റ്റ് വേണ്ടത്, അപ്ലിക്കേഷൻ ഫോം. ആ ഫോം ഫില്ല് ചെയ്തതിനു ശേഷമാണ് ഒരു കുട്ടിയെ നമ്മുടെ മദ്രസയിലേക്ക് അഡ്മിഷൻ നടത്തേണ്ടത്. വിദ്യാഭ്യാസ ബോർഡ് ഈ ഫോമുകളൊക്കെ നിങ്ങളുടെ മദ്രസയിലേക്ക് നൽകുന്നുണ്ട്. അതിന്റെ അടിഭാഗത്ത് ആണ് സദർ മുഅല്ലിമോ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഒപ്പിടേണ്ടത്. മറ്റൊന്ന് വേണ്ടത് അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മദ്രസയിലേക്ക് എപ്പോഴും കാണുന്നത്, മദ്രസയിലൊന്നും അത്ര പ്രശ്നങ്ങൾ കാണുന്നില്ല, സ്കൂളുകളിലൊക്കെയാണ് കാണാറുള്ളത്. അതിന്റെ ഫസ്റ്റ് പേജ്, അതിന്റെ സ്റ്റാൻഡേർഡ്സിന് പലപ്പോഴും എഴുതാറില്ല. ഈ കുട്ടിയുടെ പേര്, അവരുടെ അഡ്രസ്, അവരുടെ എല്ലാ ബർത്ത് ഡേറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഫസ്റ്റ് പേജിൽ എഴുതൽ നിർബന്ധമാണ്. അതൊക്കെ സദൃസ്ഥാനം നോക്കുന്നുണ്ടാവും. എങ്കിലും കമ്മിറ്റിക്കാർക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവരാരെയും അതിന്റെ പേരിൽ ഹരാസ് ചെയ്യാൻ പോവേണ്ട. നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള അധികാരം അവകാശവും ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കാനുള്ള സംവിധാനവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അതുപോലെ തന്നെ നാലാമത് വരുന്നത് മുഅല്ലിമിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്.
ഉസ്താദുമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. നിങ്ങൾ പരിശോധിക്കുന്നുണ്ടാവും. ആ പരിശോധിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട്, ഉസ്താദുമാര് നിങ്ങളുടെ മദ്രസയിലെ ടൈം വെച്ച് എത്ര ഉസ്താദുമാര് ഒപ്പിട്ടുണ്ട്? മാഷാ അല്ലാഹ്, നിങ്ങൾ ഉഷാറാണ്. കമ്മിറ്റിക്കാരും ഉസ്താദുമാരും ഉഷാറാണ്. അത് നിർബന്ധമായിട്ട് വെക്കണം. ഒരു ഉസ്താദ് 7:30 ക്ലാസ് എങ്കിൽ 7:35 ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സമയം എഴുതി വെക്കണം. കറക്റ്റായിട്ട് ജനസെക്രട്ടറിമാരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തില് ഉസ്താദുമാരുടെ ഈ ലേറ്റ് ആയിട്ട് വരുന്ന ടൈം വെച്ചിട്ട് സാലറി പിടിക്കാൻ വിദ്യാഭ്യാസ ബോർഡ് നിങ്ങൾക്ക് പെർമിഷൻ തരുന്നുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ചുകാണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഉസ്താദുമാരുടെ മൊത്തം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ പറയണം, ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ട. അടുത്ത TC ബുക്ക്, TC ആപ്ലിക്കേഷനും TC ബുക്ക്. നമ്മൾ സ്കൂളിൽ പോയാൽ തന്നെ നമ്മുടെ ഒരു മദ്രസയിൽ നിന്ന് ഒരു കുട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് TC കൊടുക്കണം. അതിന് പ്രത്യേകമായിട്ട് പുസ്തകം TC ബുക്ക് എന്ന പേരിൽ നമ്മുടെ മദ്രസന്റെ ഉള്ളിൽ അതുണ്ട്. TC എഴുതിയിട്ടാണ് ഒരു മദ്രസയിൽ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ TC വാങ്ങണം. ആ TC സംവിധാനം അവിടെ ഉണ്ടായിരിക്കും. മറ്റൊന്ന് വരുന്നത് അക്വിറ്റൻസ് റോള്. അക്വിറ്റൻസ് റോൾ എന്താ അക്വിറ്റൻസ്? സാലറി അല്ലെ, ശമ്പള ബില്ല്, ശമ്പള ബില്ലും ശമ്പള സ്ലിപ്പും ഉണ്ട്. ശമ്പള ബില്ല് എല്ലാവരും ഒപ്പിടാറുണ്ടോ? കമ്മിറ്റിക്കാരെ നോക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? ഉസ്താദുമാരാ തലാട്ടുന്നത്, കമ്മിറ്റിക്കാരെ ഒന്നും മിണ്ടുന്നില്ല. ഇത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വിസിറ്റ് ബുക്ക്, നമുക്ക് വിസിറ്റ് ബുക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ മുഫത്തീഷ് ഉസ്താദുമാരൊക്കെ വിസിറ്റിങ്ങിന് വരാറുണ്ട്. ഈ മുഫത്തീഷ് ഉസ്താദ് വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് നമ്മളത് അവിടെ നമ്മളോട് പറയും, സെക്രട്ടറിയോട് ഇതിന്റെ താഴെ ഒപ്പിട്ടുണ്ടാകും അല്ലെ? മുഫത്തീഷ് ഉസ്താദ് വരുന്ന സമയത്ത് ഇതിന്റെ താഴെ ഒപ്പിട്ടിരുന്നാണ്. അത് എന്താണെന്ന് പോലും നമ്മൾ വായിക്കുന്നില്ല. അത് വായിച്ചു നോക്കണം. അവിടെ കറക്റ്റ് ആയിട്ട് മുഫത്തീഷ് ഉസ്താദ് നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോ ഓരോ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒപ്പിടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ മുഫത്തീഷ് ഉസ്താദുമാർ വരുന്ന സമയത്ത് കമ്മിറ്റിക്കാരും മുഫത്തീഷ് ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും കമ്മിറ്റി ഭാരവായി മുഫത്തീഷുമാരും ഒരു ക്ലാബിന്റെ ചുറ്റുപാടും ഇരുന്നു കൊണ്ട് ഒരു അവലോകനം നമ്മുടെ മുഫത്തീഷ് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഉസ്താദുമാരോട് പറയാം. അവിടെ ഒരു വിലയിരുത്തല് നമുക്ക് നമ്മുടെ മദ്രസയുടെ പഠന നിലവാരത്തെ കുറിച്ച് നമുക്ക് അറിയാനുള്ള ഒരു വഴിയാണത്. നമ്മുടെ ഏതൊക്കെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഖുർആനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടത്. നമ്മുടെ മദ്രസയുടെ പഠനം പൂർത്തീകരിച്ചാൽ എന്താണ് അവശേഷിക്കുന്നത് ചോദിച്ചാൽ നല്ല രീതിയിലത്തെ ജീവിത പ്രകാരം നമ്മുടെ മക്കൾക്ക് ഖുർആനോത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുഫത്തീഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മദ്രസയിൽ ഉസ്താദുമാരുമായി ഒരു കൂടിയാലോചന സമിതി രൂപീകരിക്കുകയും അവിടെ അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുകയും ഓരോ ക്ലാസ്സിലെ കുട്ടികളെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഖുർആൻ ഓതാൻ പ്രയാസമുണ്ടെങ്കിൽ, പഠനത്തിന് പിന്നോക്കമുണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാർ അറിയുകയും അതിന് പരിഹാര മാർഗങ്ങൾ, അതിന്റെ സൗകര്യങ്ങൾ ഉസ്താദുമാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ നിങ്ങൾ വേറെ രീതിയിൽ അവിടെ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പിന്നോക്കാവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ നന്നായിട്ട് പഠിക്കുന്ന 5ാം ക്ലാസ്സിലും 7ലും 10ലും പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ടോപ്പേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാൻ ഈ പറയപ്പെടുന്ന ഉസ്താദുമാരുമായിട്ടുള്ള ഈ കൂടിയാലോചനയിലൂടെ അവർക്ക് ഉസ്താദുമാർക്ക് സ്പെഷ്യൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മദ്രസയിലൊക്കെ നല്ല രീതിയിലെ ടോപ്പേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ സാധിക്കും. വിസിറ്റ് ബുക്ക് എന്ന് നമുക്കറിയാം പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മൾ മുഫത്തീഷ് ഉസ്താദുമാര് അതുപോലെ തന്നെ മറ്റു ഏതെങ്കിലും ഗസ്റ്റുകൾ നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോ അതിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ഞാൻ പറഞ്ഞ റെക്കോർഡ്സുകൾ നമ്മുടെ മദ്രസയിലൊക്കെ പൂർവ്വകാലത്ത് ഏതൊക്കെ പണ്ഡിതന്മാര്, ഏതൊക്കെ തങ്ങന്മാര്, ഏതൊക്കെ വലിയ വലിയ ഉസ്താദുമാര് വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ഒരു ഒപ്പം ഒരു അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി വെക്കുമ്പോ പിൽക്കാലത്ത് നമുക്ക് പറയാൻ പറ്റും, ഇന്ന് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രസയിൽ ഇന്ന പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ തങ്ങന്മാർ വന്നിട്ടുണ്ട് എന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ ഈ വിസിറ്റ് ബുക്ക് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത വരുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി നമ്മുടെ മദ്രസയിൽ സൂക്ഷിച്ചു വെക്കണം. ഒരു കുട്ടിയുടെ അഡ്മിഷൻ നടത്തുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു ഫയല് മദ്രസ സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാർക്ക് രജിസ്റ്റർ ഉണ്ടാവും. വിദ്യാഭ്യാസ ബോർഡിലേക്കും നമ്മുടെ മദ്രസയിൽ ഓരോ പരീക്ഷ കഴിയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള മാർക്ക് രജിസ്റ്ററുള്ള ബുക്കുകൾ നിങ്ങളുടെ മദ്രസകളിൽ ഉണ്ടാവും. മറ്റൊന്ന് വരുന്നത് മന്ത്ലി സിലബസാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ ബോർഡ് വളരെ കറക്റ്റായിട്ട്
റമദാൻ കഴിഞ്ഞ് ഇന്ന ഡേറ്റിൽ മദ്രസ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മദ്രസ പൂട്ടുന്നത് വരെ ഓരോ ആഴ്ചയിലും ഏതൊക്കെ സബ്ജക്റ്റുകൾ, ഏത് ക്ലാസ്സിൽ, ഏത് ബുക്കിൽ, ഏത് അധ്യായം എടുക്കണമെന്ന് വളരെ കറക്റ്റായിട്ട് സിലബസ് വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും വരുന്ന നമുക്കൊരു പ്രയാസം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എക്സാം അടുപ്പിക്കുമ്പോഴായിരിക്കും ഉസ്താദുമാർ 3-4 ക്ലാസ്സുകളൊക്കെ ചിലപ്പോ ഒരുമിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയപ്പെടുന്ന മന്ത്ലി സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാത്തത് കൊണ്ടായിരിക്കും. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സദുസ്ഥാന്മാർക്കാണ്. സദുസ്ഥാന്മാർ മാസത്തെ മീറ്റിംഗ് കൂടിയിട്ട് ഈ സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കല് പ്രിയപ്പെട്ട സദുസ്ഥാന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അതിന് പരിഹാരങ്ങൾ കാണേണ്ടതും ആവേണ്ടതാണ്. മറ്റൊന്ന് വരുന്നത് മുഅല്ലിമിന്റെ അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണ്. ഒരു മുഅല്ലിം നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ രജിസ്റ്റർ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മുഅല്ലിമീങ്ങൾ നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ ആണ് ഇതുള്ളത്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യും, MSRനെ കുറിച്ചൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉസ്താദുമാരുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, എത്ര ആള് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ മദ്രസയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്? ഉസ്താദുമാർക്ക് ഫൈസി വിരുദ്ധമുണ്ടെങ്കിൽ, ദാരിമി വിരുദ്ധമുണ്ടെങ്കിൽ അതിന്റെ കോപ്പി മദ്രസയിൽ സൂക്ഷിച്ചു വെക്കല് ഉത്തരവാദിത്തമാണ്, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ MSRന്റെ കോപ്പി നമ്മുടെ മദ്രസയിൽ അതിൽ സൂക്ഷിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ MSR കാത്തു സൂക്ഷിക്കേണ്ടത് ആരാണ്? MSR കാത്തു സൂക്ഷിക്കേണ്ടത് ആരാ? മാനേജ്മെന്റ്. എത്ര മാനേജ്മെന്റ് കയ്യിൽ മദ്രസയിലെ MSRലെ മാനേജ്മെന്റ് 1200 മദ്രസയിൽ ഒരാളെ കയ്യിലാണ്, 2 ആള് 3 ആള് 5 ആള് കണ്ടിട്ടുണ്ട്. ഒരു 10% കൂടി ഇല്ലാന്നില്ലാണ്. അടുത്ത മുഅല്ലിം TC. നമ്മുടെ മദ്രസയിൽ നിന്ന് ഒരു ഉസ്താദ് പോയി കഴിഞ്ഞാൽ മുഅല്ലിം TC നമ്മൾ കൊടുക്കണം. ഉസ്താദാണ് കൊടുക്കേണ്ടതൊക്കെ. ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണോ, ഇതിലേക്കൊന്നും മാനേജ്മെന്റ് വല്ലാതെ ശ്രദ്ധിക്കണ്ട. ഇതൊക്കെ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് അത് എന്ത് ചെയ്യും, സദുസ്ഥാന്മാരും മുഅല്ലിമും അത് കൈകാര്യം ചെയ്യും. ടൈം ടേബിൾ ഓഫ് ഈച്ച് ക്ലാസ്സസ്, ഓരോ ക്ലാസ്സിൽ ഉണ്ടാവുന്ന ടൈം ടേബിൾ അതൊക്കെ ഉസ്താദുമാരുടെ കൈവശം ഉണ്ടാവും. റിമൂവൽ രജിസ്റ്റർ, നമ്മൾ കുട്ടികളായാലും കുട്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ റിമൂവൽ രജിസ്റ്റർ ഉണ്ടാവും. അതിലത് രേഖപ്പെടുത്തി വെക്കണം. നമ്മുടെ മദ്രസയിൽ നിന്ന് ഒരു കുട്ടി 15 ദിവസം തുടർച്ചയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ അവിടെ റിമൂവ് ചെയ്യണം. അതിലുള്ള രേഖകൾ ഉണ്ടാവും, അതിൽ ബുക്കുകൾ അവിടെ ഉണ്ടാവും. അടുത്ത വരുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ID നമ്പേഴ്സുകൾ, എല്ലാ കുട്ടികൾക്കും ID നമ്പറുണ്ട്. ആ നമ്പറുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റെക്കോർഡ്സുകൾ ഉണ്ടാവും. ഇനിയാണ് നമ്മുടെ വിഷയങ്ങൾ അല്ലെ പ്രധാനപ്പെട്ടത്. ഞാൻ ഫാസ്റ്റായിട്ട് പോവാം. ഒന്ന് മിനിറ്റ്സ് ബുക്ക്. ഇത് കൈവശമുള്ള എത്ര മാനേജ്മെന്റ് മിനിറ്റ്സ് ബുക്ക്? എന്താ മിനിറ്റ്സ്? ഞാൻ കുറച്ച് വീണ്ടും കൈവക്കണ്ട. ഞാൻ എന്താ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാല് ഒന്ന് നോക്കി കൈവക്ക് ഒന്നുകൂടി. മിനിറ്റ്സ് ബുക്കിലുള്ള മനസ്സിലൊക്കെ ഇതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചോ കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാല് ഞാൻ എന്താണ് മിനിറ്റ്സ് ബുക്ക്, എന്താ മിനിറ്റ്സ് ബുക്ക് ആണ്, എന്താ മിനിറ്റ്സ് ബുക്ക് ആണ്? ദൈനംദിന കാര്യങ്ങൾ എഴുതുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. അല്ല, മിനിറ്റ്സ് ബുക്ക് അതല്ല കേട്ടോ. ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാല് ഒരു കമ്മിറ്റിയിൽ നമ്മൾ ഒന്നും ചോദിച്ചാൽ നമ്മുടെ കമ്മിറ്റിയുടെ സിസ്റ്റം ഒക്കെ മാറണം. ശരിക്കും ഒരു കമ്മിറ്റി ആകുമ്പോൾ നമ്മുടെ സ്ക്വയറിൽ ടേബിളൊക്കെ ഇട്ടിട്ട് അതിന്റെ ഹെഡ് ടേബിളിൽ ശരിക്കും സെന്ററിൽ പ്രസിഡന്റ് ഇരിക്കണം, വലതു ഭാഗത്ത് ജനറൽ സെക്രട്ടറി ഇരിക്കണം, ഇടതു ഭാഗത്ത് ട്രഷറർ ഇരിക്കണം, ഏഴ് ചുറ്റുഭാഗത്തും എല്ലാ ആളുകളും ഫേസ് ടു ഫേസ് രീതിയിൽ നമ്മൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യസമയത്ത് നമ്മൾ മീറ്റിംഗ് തുടങ്ങണം. മീറ്റിംഗ് തുടങ്ങിയാൽ ആദ്യമായിട്ട് പറയേണ്ടത് എപ്പോഴാണ് ആ മീറ്റിംഗ് അവസാനിക്കുക എന്ന് പറയണം. എന്നിട്ട് ആ മീറ്റിംഗിൽ എന്തൊക്കെ അജണ്ടകൾ ബാക്കിയുണ്ടോ അതൊന്നും നോക്കാതെ ആ കൃത്യസമയത്ത് നമ്മൾ ആ മീറ്റിംഗ് അവസാനിക്കുകയാണെങ്കിൽ എല്ലാ മീറ്റിംഗിലും കറക്റ്റ് ആളുകൾ കറക്റ്റ് സമയത്ത് വരും, കറക്റ്റ് സമയത്ത് അവർക്ക് പോകാനും പറ്റും. ഇത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, വരുന്നതിനെ ഒഴുകിയിട്ടായിരിക്കും എപ്പോഴാണ് രക്ഷപ്പെട്ടു പോവുക എന്നത് അവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിറ്റ്സ് ബുക്ക് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ശേഷം സെന്ററിൽ പ്രസിഡന്റ് ഇരുന്ന് അതിനുശേഷം 2 സൈഡിലും വേണ്ടപ്പെട്ട അതിന്റെ യോഗ്യരായിട്ടുള്ള ആളുകൾ ഇരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ ക്ലാസ് ആ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റിനോ കയ്യിൽ ഒരു മിനിറ്റ്സ് ബുക്ക് വെക്കണം. ജനറൽ സെക്രട്ടറിയുടെ കൈവശം വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ ഓരോ കമ്മിറ്റി മെമ്പർമാരും പറയുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ മദ്രസ പെയിന്റ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ചർച്ച അജണ്ട അതാണ്.
ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു വൈസ് പ്രസിഡന്റ് എണീറ്റുന്നാണ്ട് പറഞ്ഞു പാർലമെന്റ് പ്രൊസീജിയർ പ്രകാരം നമ്മൾ എന്ത് വെച്ചാൽ ഒരാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ അയാൾ കൈപൊക്കിയാണ്ട് അയാൾ അഭിപ്രായം പറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്ക് പിന്നെ അഭിപ്രായം പറയാനുള്ള പെർമിഷൻ പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മെമ്പർ അഭിപ്രായം പറയുന്നത് ആരോടായിരിക്കണം? അധ്യക്ഷനോടായിരിക്കണം. പരസ്പരം മെമ്പർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം പ്രസിഡന്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ മീറ്റിംഗുകൾ നല്ല രീതിയിൽ നടന്നു പോകും. ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരാള് ഉദാഹരണം ഞാൻ പറയാം, ഒരു വൈസ് പ്രസിഡന്റ് എണീറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ മദ്രസകള് പെയിന്റ് അടിക്കാനുള്ള അജണ്ടയാണല്ലോ, അപ്പോൾ ഇന്ന പെയിന്റ് അടിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ മുഴുവനായിട്ടും അവിടെ പെയിന്റ് അടിക്കണം എന്ന് പറയാം. അപ്പോ ആ ജോയിന്റ് സെക്രട്ടറി അവിടെ എഴുതിക്കണം ഇന്ന മെമ്പറിന്റെ അഭിപ്രായത്തിൽ മദ്രസയുടെ മുഴുവൻ ഭാഗവും പെയിന്റ് അടിക്കാൻ വേണ്ടി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത വേറെ ജോയിന്റ് സെക്രട്ടറി പറയാം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നമുക്കിത് മുഴുവൻ വേണ്ട, ഒരു ഏരിയ മാത്രം ക്ലാസിന്റെ ഉൾഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാം പെയിന്റ് അടിക്കാം എന്നുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യണം, അദ്ദേഹം ആ മിനിറ്റ്സിൽ എഴുതിയേക്കണം. അങ്ങനെ ഓരോ മെമ്പർമാർ ഓരോ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ ആ മെമ്പറുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്സിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ എത്ര മദ്രസകൾ കൈകാര്യം ചെയ്തു? അവിടെ അല്ല എന്നാലും ആ 10 വീണ്ടും 10% ഉണ്ട്. അതാണ് രേഖ. നിങ്ങൾ സമസ്ത വിദ്യാഭ്യാസ ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ സമസ്തയുടെ മുഷാവറകൾ നോക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ അസ്മിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് അവിടെയൊക്കെ നടക്കുന്നത് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടാണ്. നമുക്ക് എന്താ വെച്ചാൽ മീറ്റിംഗ് കൂടിയാണ് പിരിഞ്ഞു പോവുകയും ആ മെമ്പർമാർ പറഞ്ഞതൊന്നും രേഖകളില്ലാത്ത അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വേണ്ടത് എന്താണ്? മിനിറ്റ്സ് ബുക്കാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരള നിയമസഭയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറയും അത് മിനിറ്റ്സ് നിന്ന് നീക്കണം എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടാവും അല്ലെ? വാർത്തയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ നിന്ന് അത് മാറ്റി വെക്കണം എന്ന് പറയും. എന്താ കാരണം? അവിടെ പറയുന്ന എല്ലാ MLA പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ മിനിറ്റ്സിൽ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയപ്പോ അവിടുത്തെ മിനിറ്റ്സിന്റെ വലുപ്പം എത്രയായിരിക്കും? നമ്മൾ എഴുതേണ്ട ഈ ഇദ്ദേഹം പറയും എല്ലാ മെമ്പർമാരും പറയുന്നത് നമ്മൾ എഴുതി വെക്കുമ്പോൾ വലിയ പുസ്തകം വേണ്ടേ എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നുണ്ട്, കേരള നിയമസഭയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൽ നടക്കുന്നുണ്ട്, സംസ്ഥയുടെ മുഷാവറയിൽ നടക്കുന്നുണ്ട്, സമസ്തയുമായിട്ട് ഓഫീസിൽ നടക്കുന്ന എല്ലാ രേഖകളിലും അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. നമ്മുടെ മദ്രസയിലോ അതില്ല. അത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഈ എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. മിനിറ്റ്സ് ബുക്ക് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സംശയം നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പോലെ ഒരുപാട് ഏരിയ ഉണ്ട്. എന്താ എനിക്ക് അവസാനം തരാം. ഇത് രണ്ട് കൂടിയുണ്ട്. ഈ മിനിറ്റ്സ് ബുക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് റിപ്പോർട്ട് ബുക്കാണ്. റിപ്പോർട്ട് ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മിനിറ്റ്സ് ബുക്കിന്റെ ഒപ്പം തന്നെ റിപ്പോർട്ട് നമുക്ക് വേണം. ഈ റിപ്പോർട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബുക്കിൽ നല്ലൊരു ചട്ടം ഉണ്ടാവും. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേണ്ടതിന്റെ ഹെഡ് എഴുതണം. ആദ്യം എന്താണ്? ഇന്ന ദിവസം ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ എന്റെ മദ്രസ മമ്പലൂരിലും മദ്രസ കാളമ്പാറ 30/11/2028 24 രാത്രി 8 മണിക്ക് മദ്രസ ഹാളിൽ വെച്ച് മീറ്റിംഗ് നടക്കുന്നതാണ്. ആ മീറ്റിംഗില് പിന്നെ അജണ്ടകളും തീരുമാനങ്ങളും എന്നൊരു ഹെഡ് സാധാരണ നമ്മൾ കൊടുക്കാറുണ്ടാവും. അതുപോലെ ഹെഡ് കൊടുക്കുക. അത് ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്നുള്ളത് അതിന്റെ ഹെഡ് കൊടുക്കുക. അതിന് താഴെ അടുത്തത് എന്താണ്? അജണ്ടയാണ് എഴുതാണത്. അജണ്ടയാണ് എഴുതേണ്ടത്. അജണ്ട എഴുതുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അന്ന് ചർച്ച ചെയ്യേണ്ട അജണ്ടകൾ മാത്രമായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർമാർക്ക് 2-3 ദിവസം മുമ്പ് അജണ്ട വാട്സപ്പിലെങ്കിലും അയച്ചു കൊടുക്കണം. കാരണം എന്താ? ആ അജണ്ടയെ കുറിച്ച് അവർക്ക് പഠിച്ചുകൊണ്ട് ആ മീറ്റിംഗിലേക്ക് വരണം. നമ്മളൊക്കെ മീറ്റിംഗില് അജണ്ട തീരുമാനിക്കൽ എപ്പോഴാ മീറ്റിംഗ് കൂടിയതിനു ശേഷം. ആ സിസ്റ്റം നിർത്തണം. അത് നിർത്തിയെങ്കിലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കറക്റ്റ് സമയത്ത് മീറ്റിംഗ് തുടങ്ങാനും അവസാനിപ്പിക്കാനും കഴിയുള്ളൂ. അപ്പൊ അജണ്ട എന്താ എന്നുള്ളത് ആദ്യം അറിയിക്കുകയും അതേ അജണ്ട പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിന് നേരെ താഴെ അജണ്ടകൾ എഴുതണം. അജണ്ടകൾ എഴുതി കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം? പ്രോഗ്രാം എഴുതണം. പ്രോഗ്രാം എന്താ? ആരാണ് പ്രാർത്ഥന നിർവഹിക്കുന്നത്, സ്വാഗതം, അധ്യക്ഷന്, അത് ആ ഒരു രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ട് താഴെ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ നമ്മുടെ മിനിറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അഭിപ്രായങ്ങളാണ് എങ്കിൽ ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തീരുമാനമായി കഴിഞ്ഞാൽ ആ തീരുമാനം എവിടെ എഴുതണം? റിപ്പോർട്ട് ബുക്കിലേക്ക് എഴുതണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എനിക്ക് അടിക്കുക എന്നുള്ള സംവിധാനം പറഞ്ഞല്ലോ, അതിന് ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അത് എവിടേക്ക് എഴുതണം? അപ്പൊ തന്നെ റിപ്പോർട്ടിലേക്ക് എഴുതണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വേറെ ജോയിന്റ് സെക്രട്ടറി കഴിഞ്ഞ് ഡ്യൂട്ടി കൊടുത്തോളൂ. അപ്പൊ അദ്ദേഹം അത് ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ ആ ഡിസിഷൻ കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ അതിന്റെ താഴെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെയാണ് ആര് ഒപ്പിടേണ്ടത്? അവിടെ കൂടി എല്ലാ മെമ്പർമാരും ഒപ്പിടേണ്ടത്.
അറ്റ്ലീസ്റ്റ് ഇനി എല്ലാ മെമ്പർമാരും അവിടെ ഇല്ല എങ്കിൽ മിനിമം 3 പേരെങ്കിലും ഒപ്പിടണം. ആ 3 പേര് ഒപ്പിട്ടതിന് ശേഷമാണ് ആരൊപ്പിടേണ്ടത്? പ്രസിഡന്റ് ഒപ്പിടേണ്ടത്. കാരണം എന്താ? അല്ലെങ്കിൽ അതില് കൂട്ടിച്ചേർക്കൽ വരും. കൂട്ടിച്ചേർക്കാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും വേറെ ഒപ്പിടുന്ന ബുക്ക് വേറെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഒപ്പിടണം. ആ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം? ആരാണോ അത് എഴുതുന്നത് ആ മീറ്റിംഗിന്റെ അവസാന സമയത്ത് തീരുമാനിച്ച തീരുമാനങ്ങൾ ഒരു ആവർത്തി വായിക്കുകയും അത് ഉറപ്പ് എല്ലാ മെമ്പർമാരും വരുത്തിയതിനു ശേഷം ആ തീരുമാനങ്ങളുടെ അടിഭാഗത്ത് 2ഓ 3ഓ പറ്റുമെങ്കിൽ എല്ലാ മെമ്പർമാരും ഒപ്പിടുക. അല്ലെങ്കിൽ 3 മെമ്പർമാരെങ്കിലും ഒപ്പിട്ടതിന് ശേഷമാണ് ആര് ഒപ്പിടേണ്ടത്? പ്രസിഡന്റ് ഒപ്പിടേണ്ടത്, അല്ലെങ്കിൽ അധ്യക്ഷൻ ഒപ്പിടേണ്ടത്. കാരണം എന്താ? അതിന്റെ ഇടയിൽ പിന്നെ കൂട്ടിച്ചേർക്കാനോ എഴുതാനോ ഒന്നിനും ഒരവസരം ഉണ്ടാവാത്ത രീതിയിൽ ആ റിപ്പോർട്ട് അവിടെ ക്ലോസ് ചെയ്യണം. ആ ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അവസാനത്തിൽ പ്രസിഡന്റും മെമ്പർമാരും ഒപ്പിടുന്ന എത്ര കമ്മിറ്റി ഭാരവാഹികളുണ്ട്? മാഷാ അല്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. എന്താ ഇതാണ് അതുപോലെ തന്നെ നമ്മളെ അജണ്ടകള്, ഇവിടെ അധ്യക്ഷന് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അധ്യക്ഷൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അജണ്ട വായനയും പ്രോഗ്രാം വരുന്ന സമയത്ത് അധ്യക്ഷൻ എന്ത് ചെയ്യണം? അജണ്ടകൾ വായിച്ചു കൊടുക്കണം. ജനറൽ സെക്രട്ടറി വായിക്കുന്നുണ്ടാവും. പിന്നെ പ്രസിഡന്റ് ആരാണോ അധ്യക്ഷൻ ഇരിക്കുന്നത്, അധ്യക്ഷന്റെ ചോദ്യമുണ്ട്, ഈ അജണ്ടയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന്. എപ്പോ മീറ്റിംഗ് തുടങ്ങി അജണ്ട വായിച്ച് സ്വാഗതം കഴിഞ്ഞ ഉടനെ പ്രസിഡന്റ് ചോദിക്കണം, ഇതിൽ എന്തെങ്കിലും അജണ്ടകൾ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് മെമ്പർമാരോട് ചോദിക്കണം. അപ്പൊ മെമ്പർമാർ ഒന്നെണ്ണം പറയുകയാണെങ്കിൽ അത് ആ അജണ്ടയിൽ കൂട്ടിച്ചേർക്കാം. പക്ഷേ ഈ അജണ്ടകൾ ഫൈനലാക്കിയതിനു ശേഷം ഇടയിൽ പുതിയൊരു അജണ്ടകൾ വരരുത്. ആ അജണ്ടകൾ ഉണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗിലാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മദ്രസകളുടെ മീറ്റിംഗിന് ആളില്ലാതിരിക്കാനുള്ള പ്രധാന കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പുതിയ കാര്യങ്ങൾ വരികയും ആ പുതിയ കാര്യത്തിന്റെ മുകളിൽ ചർച്ച ചെയ്യുകയും പിന്നീട് ഒന്നുമല്ലാത്ത രീതിയിൽ അവസാനിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ മദ്രസ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരുന്നത്. അത് മാറണം. അജണ്ടയിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ തീരുമാനമാക്കി സമയമുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റിപ്പോർട്ട് മറ്റുള്ളതെന്ന് പറയുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റിപ്പോർട്ട് കൂടി ഉണ്ട്, വർക്കിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട്. അത് പിന്നെ അടുത്ത മീറ്റിംഗിലേക്കാണ് വേണ്ടത്. എന്താണ് പ്രധാനപ്പെട്ട ചരിത്രം പറയുന്നത് പ്രവർത്തന റിപ്പോർട്ടാണ്. എത്ര ആൾ പ്രവർത്തന റിപ്പോർട്ട് എഴുതാറുണ്ട്? കുറെ ആൾക്കാർ നല്ല വളരെ സന്തോഷം, കുറെ ആൾക്കാരെ ചെയ്യാറുണ്ട്. പ്രവർത്തന റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? തീരുമാനങ്ങളാണ്, അല്ലെ? തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഏതിനെ അറിയുള്ളൂ? പ്രവർത്തന റിപ്പോർട്ടിനെ അറിയുള്ളൂ. നമ്മുടെ പുസ്തകങ്ങൾ ബാക്കിലോട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ പെയിന്റ് നമ്മുടെ മദ്രസയിലേക്ക് അടിക്കുക എന്നുള്ള സംവിധാനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് നടപ്പിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എവിടുന്ന് അറിയാം? അറിയോ? അത് ചിലപ്പോൾ 2 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ മദ്രസയിൽ വന്നിട്ട് ഞാൻ ഒരു 5 വർഷത്തെ മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഏത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നിങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗിൽ നിങ്ങളുടെ സ്വാഗതം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വായിക്കേണ്ടത് റിപ്പോർട്ട് കഴിഞ്ഞാൽ പ്രവർത്തന റിപ്പോർട്ട് വായിക്കണം. ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു, ഇന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഈ അജണ്ടയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ട് ആര് പരിശോധിക്കുമ്പോഴും ആ രേഖകൾ വളരെ കൃത്യമായി. അതാണ് എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട് എന്നുള്ളത്. അതൊരു പക്ഷേ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിന്റെ ആ പേജ് കഴിഞ്ഞ് അടുത്ത പേജിൽ നിങ്ങൾ പ്രവർത്തന റിപ്പോർട്ട് എഴുതിയാൽ മതി. അതിന് പ്രയാസമല്ല. അടുത്ത റെക്കോർഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. സ്റ്റോക്ക് രജിസ്റ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. സ്റ്റോക്ക് രജിസ്റ്ററിൽ എത്ര കമ്മിറ്റിക്കാരുണ്ട്? ഞാൻ ഇടങ്ങാറാക്കുന്നില്ല കേട്ടോ. എത്ര ആൾ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്? ഒരാൾ, 2 ആൾ, 3 ആള്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അല്ല നാളെ ചോദിക്കുക സ്റ്റോക്ക് രജിസ്റ്റർ. ബാക്കിയുള്ള രജിസ്റ്റർ നിങ്ങൾക്ക് ദുനിയാവില്ലതാ. പണ്ടൊക്കെ നമ്മളൊരു പള്ളിന്റെ ഓട് താഴെ ചാടിക്കഴിഞ്ഞാൽ വിറ്റിരുന്നില്ല. ഉണ്ടോ? ഒരു ഓടിട്ട പള്ളിയാണെങ്കിൽ അതിന്റെ മരങ്ങളൊന്നും നമ്മൾ വിറ്റിട്ടുണ്ടായില്ല. ഉണ്ടോ? ഇന്ന് നമുക്ക് ഉക്കാലൊന്നും ഒരു മടിയില്ല. മയ്യത്ത് കെട്ടിൽ നമ്മൾ മാറ്റുന്നുണ്ട്.
വഖഫാണത്, നമുക്ക് അധികാരമുണ്ടോ? ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നത് ഞാൻ പറയുന്നത് സ്റ്റോക്ക് രജിസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ മദ്രസയിൽ നിങ്ങളുടെ കമ്മിറ്റിയിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നാളെ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് മദ്രസയുടെ സ്റ്റോക്ക് രജിസ്റ്റർ ആവണം. ഒന്ന് മദ്രസയിൽ എത്ര ഡെസ്ക് ഉണ്ട്, എത്ര ബെഞ്ച് ഉണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര ഫാൻ ഉണ്ട്, എന്തൊക്കെ അവിടെ ആ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മുഴുവൻ വഖഫായിരിക്കും. അത് നിങ്ങൾ നിർബന്ധമായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ എഴുതി വെക്കണം. എന്നിട്ട് ഓരോ വർഷങ്ങൾ എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം ഇത്ര ബെഞ്ച് ഉണ്ടായിരുന്നു, ഈ വർഷം ഇത്ര ബെഞ്ചാണ്, അടുത്ത വർഷം ഇത്ര ബെഞ്ചാണ്, അല്ലെങ്കിൽ ഇത്ര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പുസ്തകം വെച്ച് പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മദ്രസ നിൽക്കുന്ന അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ആണെങ്കിൽ പള്ളി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ആദ്യമായിട്ട് അതിന് രേഖപ്പെടുത്തേണ്ടത്. അത് നിങ്ങളുടെ ആധാരങ്ങൾ ഇപ്പൊ നമുക്കൊക്കെ അറിയാം. ഈ പള്ളി കമ്മിറ്റി അതിന്റെ കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ പലപ്പോഴും എന്ത് ചോദിച്ചാല് പള്ളി കമ്മിറ്റി റെക്കോർഡ്സുകളൊക്കെ ജനറൽ സെക്രട്ടറി വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ആധാരങ്ങൾ ഒരുപാടുണ്ടാവും, 25-30 ആധാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ആധാരങ്ങൾ ഏതാണ് എന്നുള്ളത് ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനെ അറിയുള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ എത്രയോ ഭൂമികള് വഖഫ് സ്വത്തുക്കൾ അനാഥയായി പോയിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, 1956 കേരളത്തില് വഖഫുകൾ മൊത്തം റീസർവേ ചെയ്തു. നെഹ്റുവിന്റെ കാലത്തില് 54 ആദ്യമായിട്ട് വഖഫ് ബോർഡ് വന്നിട്ടുള്ളത്. 56 നെഹ്റുവിന്റെ ഭരണകാലത്ത് ഇന്ത്യയിലെ മൊത്തം സർവേമാരെ വിളിച്ചുകൊണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീസർവേ നടത്തിയപ്പോ കേരളത്തില് അന്ന് കണ്ടെത്തിയത് 3266 വഖഫുകൾ രജിസ്റ്റർ ഇല്ലാതെ നാദരില്ലാതെ വെറും കേരളത്തിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. കേരളത്തിലെ 3266 വഖഫ് സ്വത്തുക്കള് നാദരില്ലാതെ കണ്ടെത്തി എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മദ്രസ നിൽക്കുന്നത് അല്ലെങ്കിൽ പള്ളി നിൽക്കുന്നത് ഇത്ര സെന്റ് സ്ഥലമാണ്, ഇന്ന ആൾ തന്നതാണ്, അതിന് 4 അതിർത്തി ഉള്ളതാണ്, അത് ഇന്ന രജിസ്റ്റർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ഒരു പേജിൽ എഴുതി വെക്കുകയും അടുത്ത പേജിലേക്ക് എന്ത് ചെയ്യണം, ആ പള്ളിക്ക് തൊട്ടടുത്താണ് മദ്രസ നിൽക്കുന്നതെങ്കിൽ അതിന്റെ ആധാരം വേറെയാണെങ്കിൽ ആ ആധാരവും അതുപോലെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചാൽ ഓരോ പേജില് 25-30 പിന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ പേജിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എത്ര നഷ്ടപ്പെട്ടാലും ഈ സ്റ്റോക്ക് ബുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സ്വത്ത് അവിടെ അനാഥായി പോകില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ എഴുതണം, നമ്മുടെ ഫർണിച്ചറുകൾ എഴുതണം, നമ്മുടെ മറ്റുള്ള റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധാരങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിരിക്കും. അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ നാളെ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് എന്താണ് മലപ്പുറം SKMMയുടെ സമ്മേളനത്തിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്റർ എന്നുള്ളത്. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ വക്കീൽ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. വഖഫ് സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള, ഒരുപാട് ആധാരങ്ങളില്ലാത്ത, ഒരുപാട് അടിയാധാരങ്ങളില്ലാത്ത ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഞാൻ കണ്ടെത്തിയത് ഈ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമ്മൾ വേണ്ടത്, നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടത് അറ്റൻഡൻസ് രജിസ്റ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് അടിയിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറ്റൻഡൻസ് ബുക്ക് ഉണ്ടാക്കണം. ഓരോ ഫസ്റ്റ് പ്രസിഡന്റിന്റെ പേര്, ജനറൽ സെക്രട്ടറി പേര്, ട്രഷറർ പേര്, വൈസ് പ്രസിഡന്റുമാരുടെ പേര് ഓരോന്ന് താഴോട്ട് എഴുതിയിട്ട് ഓരോ കോളങ്ങളാക്കിയിടണം. ഓരോ മീറ്റിംഗിലേക്ക് അത് നോക്കണം. ഒരു വർഷത്തില് ഒരു പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മെമ്പർമാർ എത്ര മീറ്റിംഗിന് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രേഖകൾ മനസ്സിലായോ, നമ്മുടെ കുട്ടികളെ അറ്റൻഡൻസ് എടുക്കാറില്ലേ, അതിന്റെ കുറച്ചുകൂടി വലിയ ഒപ്പിടുന്ന രീതിയിലേക്ക് ഓരോ പേജിൽ 10 ആൾക്ക് ഒപ്പിടുന്ന രീതിയിലേക്ക് നമുക്ക് അറ്റൻഡൻസ് ഹാജർപട്ടിക കിട്ടും. ഹാജർപട്ടിക അതാണ് മലയാള വാക്ക്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഓരോ മീറ്റിംഗിലും ഈ കമ്മിറ്റിക്കാര് അവരുടെ കോളത്തിൽ നേരെ ഒപ്പിട്ട് പോവുക. ഒപ്പിട്ട ശേഷം അടുത്ത ജനറൽ ബോഡിയിൽ വരുമ്പോൾ ആദ്യമായിട്ട് വായിക്കേണ്ടത് ഓരോ മെമ്പർമാരുടെ അറ്റൻഡൻസ് ആണ് വായിക്കേണ്ടത്. അത് വായിച്ച് എത്ര മെമ്പർമാർ അടുത്ത കമ്മിറ്റി ഉണ്ടാവും എന്നുള്ളത് ബാക്കി ജനറൽ ബോഡി തീരുമാനിച്ചോളൂ അല്ലെ. അവിടെ അറ്റൻഡൻസിന് വളരെ പ്രധാനമാണ്. ഇത്ര ശതമാനം 3 പ്രാവശ്യം തുടർച്ചയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ മെമ്പർ അവിടെ മാറ്റണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മുൻകൂട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ മെമ്പർമാരും കറക്റ്റ് സമയത്ത് എത്തിച്ചേരും. അപ്പൊ അറ്റൻഡൻസ് ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ
ലോഗ് ബുക്ക്, നമ്മുടെ ഡെയിലി നടക്കുന്ന പ്രോഗ്രാമുകൾ, ഇതെന്താ വെച്ചാല് നമ്മുടെ റിപ്പോർട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലോഗ് ബുക്ക് എന്നുള്ളത്. കാരണം എന്താ, ദൈനംദിനം നടക്കുന്ന മദ്രസയിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്, റിപ്പബ്ലിക് ദിനം പിന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നബിദിന പ്രോഗ്രാമുകൾ നമ്മുടെ മദ്രസയിൽ നമ്മുടെ കമ്മിറ്റി മീറ്റിംഗുമായി ബന്ധപ്പെടാത്ത ദൈനംദിന ആക്ടിവിറ്റീസുകൾ നടക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോഗ് ബുക്ക് വാങ്ങിയിട്ട്, ഒരു ചെറിയ പുസ്തകം വാങ്ങിയിട്ട് അതിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കണം. മദ്രസയിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമും, ആരെങ്കിലും വിസിറ്റിങ്ങിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. നമ്മുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണെങ്കിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് ബുക്കിൽ നമുക്ക് രേഖപ്പെടുത്തി വെക്കണം. അക്കൗണ്ട്സ് ബുക്കാണ്. അക്കൗണ്ട്സ് ബുക്ക് വളരെ പ്രധാനപ്പെട്ട 2 രീതിയിലാണ് അക്കൗണ്ട്സ് ബുക്ക് വരുന്നത്. ഒന്ന് ഡേ ബുക്ക് എഴുതാറുണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കണക്കിൽ ഡേ ബുക്ക് നമ്മൾ എഴുതാറുണ്ടാവും, അത് പ്രയാസമല്ല. രണ്ടാമത് വരുന്ന ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ലെഡ്ജർ ഇനം തിരിച്ചെഴുതുക എന്നുള്ളതാണ്. ഉസ്താദുമാരുടെ സാലറി നമുക്കൊരു കമ്മിറ്റിക്കാരൻ ചോദിക്കുകയാണ്, ഇതുവരെ ഉസ്താദുമാർക്ക് ഈ 11ാമത്തെ മാസത്തിലാണ് നിൽക്കുന്നത്, ഈ 11 മാസം ഉസ്താദുമാർക്ക് എത്ര സാലറി കൊടുത്തു എന്ന് ജനറൽ സെക്രട്ടറിയോട് അല്ലെങ്കിൽ ട്രഷറോട് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എന്താ കാരണം? ലെഡ്ജർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതുണ്ട്. ലെഡ്ജർ ആണെങ്കിൽ ഒരു ഹെഡിങ്ങില് സാലറി, ഉസ്താദുമാരുടെ സാലറി ഒരു മാസത്തിൽ ഓരോ മാസം വന്നത് ഓരോന്നിങ്ങനെ എഴുതി 11 വഴിയിലേക്ക് എഴുതുമ്പോൾ അതിന്റെ ടോട്ടൽ കിട്ടും. അതുപോലെ നമ്മൾ ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഡയറി എന്നുള്ളത്, റെസിപ്റ്റ് ബുക്ക്, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? റെസിപ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. വൗച്ചറും ബില്ലും, വൗച്ചറും ബില്ലാണ് പലപ്പോഴും ഒരു പ്രശ്നം വരാറുണ്ട്. എല്ലാവരും വൗച്ചർ എഴുതണം ഓരോന്നിനും, എന്നിട്ട് എന്ത് ചെയ്യണം, ബില്ല് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ പിൻ ചെയ്യണം. അതാണ് സിസ്റ്റം അല്ലേ? വൗച്ചർ എല്ലാ ചെലവിനും വൗച്ചർ എഴുതണം, അതിന്റെ ബാക്കിൽ എന്ത് ചെയ്യണം, പിൻ ചെയ്യണം. അതാണ് വേണ്ടത്. സാലറി സ്ലിപ്പ്, ഉസ്താദുമാരുടെ മാസത്തില് ചെലവ് വരുന്ന കാര്യത്തിന്റെ സാലറി സ്ലിപ്പ് അത് നമുക്ക് ആവശ്യമാണ്. കറസ്പോണ്ടൻസ് ഫയലുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രേഖകളും നമ്മളൊരു ഫയലാക്കി വെക്കേണ്ടതുണ്ട്. MSR വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു രേഖകളൊക്കെ, ഉസ്താദുമാരുടെ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ രേഖ പറയുന്നത്. ബിസ്മാർട്ടിന് വേണ്ടിയിട്ട് ബിസ്മാർട്ട് 10 പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ ബിസ്മാർട്ട് പ്രോഗ്രാമുകൾ നമ്മുടെ മദ്രസയിൽ നടക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരുമായിട്ടും കമ്മിറ്റിക്കാരുമായിട്ടും സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പോക്സോ കേസാണ്. ഒരാളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്കറിയാം, പ്രധാനമായിട്ട് 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് എന്നുള്ളതാണ്. സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ കുട്ടികളിലേക്ക് ഇല്ലാതിരുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോക്സോ എന്ന പേരിൽ 2012 ഒരു നിയമം വന്നിട്ടുള്ളത്. 2019 അതിന്റെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത് 3-4 വിഭാഗമായിട്ട് നമ്മുടെ മക്കളെ മാറ്റുന്നുണ്ട്. 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുമായിട്ട് സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു രീതിയിലുള്ള ശിക്ഷയായിരിക്കും. 12 to 16 വേറെ വകുപ്പാണ് വരുന്നത്. 6 to 12 ഒരു വകുപ്പാണ്. 1 to 6 എന്ന് പറയുന്നത് വേറൊരു വകുപ്പാണ്. 4 വിഭാഗമായിട്ട് നമ്മുടെ മക്കള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെക്ഷലായിട്ട് കുട്ടികൾക്ക് ഒഫൻസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 4 രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് അതിന് വധശിക്ഷ വരെ അതിന് തെറ്റിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, എന്റെ മുമ്പിൽ വരുന്ന ഏറ്റവും കേസുകൾ വരുന്നത്, പ്രത്യേകിച്ച് ഉസ്താദുമാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മുടെ മദ്രസയിൽ നിന്ന് എടുത്തു കളയേണ്ട ഒറ്റ കാര്യം, ചെയറിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന സംവിധാനം ഒഴിവാക്കുകയും അതിന് ചുറ്റുഭാഗത്ത് കുട്ടികൾ നിൽക്കുന്ന ആ സംവിധാനം നമ്മുടെ മദ്രസയിൽ നിന്ന് എന്നാണോ ഉസ്താദുമാർ ഒഴിവാക്കുന്നത് അന്നേ അവർക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്, നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഉസ്താദുമാർ ഇരുന്ന് ചെയറിൽ ഇരുന്ന് ക്ലാസ് എടുക്കുകയും അതിന്റെ ചുറ്റുപാടും കുട്ടികൾ വന്ന് ഉസ്താദുമാരുമായി ചാരിയിരിക്കുകയും അവരെ കൂടെ നിൽക്കുകയും അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ വരുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇരിക്കുന്ന കുട്ടികളെ എണീപ്പിച്ചുകൊണ്ട് നിങ്ങൾ അടുത്തേക്ക് വരുന്ന സംവിധാനം മദ്രസയിൽ നിന്ന് എടുത്തു കളയണം. അതുപോലെ തന്നെ ചെയറിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നത്
നമ്മുടെ ഈ ഒരു വിഭാഗത്തിൽ മാത്രമാണ്. ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്താൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്കൊരു മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിൽ അത് നിന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ഒരു റൂം ഒരു ടീച്ചേഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നടക്കാനുള്ള ഒരു ഏരിയകൾ വളരെ കൃത്യമായിട്ട് ഉസ്താദുമാരുടെ ട്രെയിനിങ്ങിൽ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ഉസ്താദുമാർക്ക് ഈ പോക്സോ കേസുകൾ വരുന്നത് പലപ്പോഴും ചെയറിൽ നിന്നാണ് കാല് ടാബിന്റെ മുകളിലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടികളുടെ എഴുത്ത് പോയിരിക്കുന്നുണ്ടാവും, പെൺകുട്ടികളെ എഴുത്ത് പോയിട്ടുണ്ടാവും. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അതിലേക്ക് പോകരുത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ അതൊക്കെ ആ തിരിച്ചറിവുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം മദ്രസ സംവിധാനത്തിൽ അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് പഠിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂഷണം ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അത് നിങ്ങൾ പ്രധാനമായിട്ട് നിർത്തലാക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കേസുകൾ ഇപ്പൊ കേരളത്തിൽ ഏകദേശം 43ഓളം പോക്സോ കോടതികൾ തന്നെ വന്നിട്ടുണ്ട്. ഓരോ നമ്മുടെ ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കാരണം എന്താ, അതിവേഗ കോടതികളാണ്. അതിന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, തീരുമാനം വരണം. ഒരു പോക്സോ കേസ് ഒരാള് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തേക്ക് ജാമ്യം പോലും കിട്ടില്ല. 60 ദിവസം, 90 ദിവസമാണ് പറയുന്നത്. എങ്ങനെയെങ്കിലൊക്കെ സ്വാധീനം കണ്ടെങ്കിലും 60 ദിവസത്തിന്റെ താഴെ അത് കിട്ടില്ല. പിന്നീട് അതിന്റെ കേസുമായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിന്റെ പിന്നാലെ പോവേണ്ടി വരും. ബാക്കിയുള്ള കേസുകളിലൊക്കെ എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും പോക്സോ കേസിൽ ഒരു എക്സ്ക്യൂസും നമുക്ക് ലഭിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് മാനേജ്മെന്റ് ആയാലും പിന്നെ പ്രിയപ്പെട്ട ഉസ്താദുമാരായാലും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയേണ്ടത് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005. നമുക്കറിയാം ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട്. ആ അവകാശങ്ങൾ പലപ്പോഴും ധ്വനിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈ ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സെൻട്രൽ ബാലാവകാശ കമ്മീഷനാണ് നമ്മുടെ മദ്രസകൾ അടച്ചുപൂട്ടണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള അവകാശമാണ് എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷന്, പാർട്ടിസിപ്പേഷന്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, കുട്ടികളുടെ ആരോഗ്യം, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് അവരുടെ പ്രൊട്ടക്ഷന്, അവർക്കുള്ള അവസരങ്ങൾ, ഇതിനൊക്കെ കുട്ടികൾക്ക് അവകാശമുണ്ട് എന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. ഇതിലേതെങ്കിലും ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ അതിന്റെ പേരിൽ നമ്മുടെ പേരിൽ നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട്. അഥവാ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് ബാലാവകാശ കമ്മീഷൻ എന്നുള്ളത്. അത് സെൻട്രലിലും ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ട് എന്നാണ് അതിൽ പറയപ്പെടാനുള്ളത്. മറ്റൊന്ന് പറയുന്നത് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്. നിർബന്ധിതമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഭരണഘടനയിൽ പറയുന്നത് നിർബന്ധമായിട്ടും 6 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലുള്ള ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു ആക്ടാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 വന്നിട്ടുള്ളത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓർഫനേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കേസുകളും വരാറുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അടുത്തൊന്ന് വഖഫ് ആക്ട് ആണ്. വഖഫ് ആക്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ 1913 ഇന്ത്യയിൽ ആദ്യമായിട്ട് വഖഫ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് വന്നത്. പിന്നീട് അത് 23 പരിഷ്കരിച്ചു. 54 ഈ സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് വഖഫ് സംരക്ഷണത്തിലുള്ള യഥാർത്ഥ വഖഫ് ഒരു ആക്ട് വന്നത്. പിന്നീട് 95 അത് അമെൻമെന്റ് ചെയ്ത് ഒരുപാട് സംരക്ഷണങ്ങൾ കൊണ്ടുവന്നു. അതിലാണ് പ്രധാനമായിട്ട് നമ്മൾ സെൻട്രൽ വഖഫ് കൗൺസിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രൈബ്യൂണലൊക്കെ വന്നിട്ടുള്ളത്. 2013 ഒന്നുകൂടി അമെൻമെന്റ് വന്നു. അതൊക്കെ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു. 2024 അതെല്ലാം എടുത്തു കളയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വഖഫ് 5 രീതിയിലാണ് വരുന്നത്. ഒന്ന്, രജിസ്ട്രേഷൻ മുഖേന നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാലം പഴയ കാലത്ത് നമുക്കറിയാം ചൂണ്ടിക്കാണിക്കുന്ന വഖഫ് എന്ന് പറയുന്നു. പഴയ കാലത്തെ കാരണവന്മാരൊക്കെ ഇന്ന ഏരിയകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പഴയ തറവാട്ടിലെ കാരണവൻ പറയും ഈ ഏരിയ പള്ളിക്ക് വേണ്ടി എടുത്തോളൂ. അത് ചൂണ്ടി വഖഫാണ്. അതിന്റെ രേഖകളൊന്നും എവിടെയും ഉണ്ടായില്ല. അത് ഇനി അനുവദിക്കില്ല എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വഖഫാവും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഒരു മുസ്ലിം സഹോദരനെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഓട്ടോമാറ്റിക് ആയിട്ട് വഖഫായിട്ട് മാറിയിരുന്നു ഇതുവരെയുള്ളത്. അത് ഇനി ഇല്ലാതെയാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻട്രൽ ഭാഗം മുഴുവൻ 4 ഭാഗവും വഖഫ് സ്വത്താണെങ്കിൽ അതിന് സെൻട്രൽ ഭാഗത്ത് ഗവൺമെന്റിന്റെ ഒരു സ്വത്ത് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് മാറും, വഖഫ് സ്വത്തായിട്ട് മാറിയിരുന്നു. ഇനി അതെല്ലാം ഇല്ലാതെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വഖഫ് അൽ ഔലാദ് എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ട് നമ്മുടെ കാരണവന്മാരെ കൊണ്ടുവരുന്ന ഒരു വഖഫ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏതെങ്കിലും സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ചീത്ത വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ
അവർ മക്കളുടെ പേരിൽ വഖഫ് എഴുതി വെക്കും. ഈ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് വിൽക്കാനുള്ള അവകാശം ഉണ്ടായില്ല. അതിലെല്ലാ സ്വത്തുക്കളും ആർക്ക് എടുക്കാം? ഈ മക്കൾക്ക് എടുക്കാം, പക്ഷെ അത് വിൽക്കാനുള്ള അവകാശം ഉണ്ടായില്ല. ഇങ്ങനെ 5 രീതിയിലാണ് നിലവിൽ ഈ വഖഫ് ആക്ട് പ്രകാരം പിന്നെ വഖഫ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായത്. അതിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ അല്ലാത്ത 4 വഖഫും എടുത്തു കളയുകയാണ്. ഞാൻ പറഞ്ഞ ഏകദേശം 40ഓളം അമെന്റ്മെന്റുകളാണ് വരുന്നത്. വഖഫ് നമ്മളൊരു മണിക്കൂറോളം ക്ലാസ് എടുത്താൽ തീരാത്ത വലിയൊരു സബ്ജക്ട് ആണ്. പ്രിയപ്പെട്ട സാലിഹ് ഫൈസി ഉസ്താദ് വന്നുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു.